അതെ, ഞങ്ങളിന്ന് പോണത് ഒരു വൺ ഡേ ട്രിപ്പാട്ടാ. വേറെ എവിടേക്കല്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാ. 2-3 ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മഴയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല. ചെറിയ തൂളലുണ്ടായിരുന്നു, പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് നല്ല റംബൂട്ടാൻ കണ്ടു. കിലോ 250 രൂപയായിരുന്നു. അപ്പം നമ്മൾ 1 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് റംബൂട്ടാനായിരുന്നു കേട്ടോ. ഡയറക്റ്റ് മരത്തുമെന്ന് പൊട്ടിച്ചുകൊണ്ടൊന്ന് വിൽക്കുകയാണ്. ഇവിടുത്തെ വീടുകളിലും അതുപോലെ പറമ്പിലൊക്കെ നല്ല രീതിയിൽ റംബൂട്ടാൻ കൃഷിയുണ്ട്. നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കണ കാണാം, കിളിയും വവ്വാലൊന്നും കൊത്താണ്ടിരിക്കാൻ. 2 തരം റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ, ചുവപ്പും മഞ്ഞയും. നമ്മൾ ചുവപ്പാണ് മേടിച്ചത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റംബൂട്ടാനൊക്കെ കഴിച്ച് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഈ റെയിൻകോട്ടൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ വെള്ളാട്ടുപൊക്കറുടെ ഓർമ്മയാണ് എനിക്ക് വന്നത്, മോഹൻലാലിൻ്റെ സിനിമത്തെ. എങ്ങാനും വഴിക്ക് വീഴാണെങ്കിൽ പിടിക്കാനുള്ള ആൾ ബാക്കിലില്ലെന്നാട്ടാ ഞാനീ നോക്കിയത്. വെള്ളച്ചാട്ടത്തിന്റെ ഒരു രൗദ്രമുഖം അതിന്റെ അടുത്തെത്തിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അത്യാവശ്യം നല്ല ഹെവി വെള്ളച്ചാട്ടം തന്നെ ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ കലങ്ങി മറിഞ്ഞ വെള്ളത്തിന്റെ ഒരു ചാട്ടം ഉണ്ടല്ലോ, കണ്ടു നിൽക്കുമ്പോൾ അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിന്റെ ചാട്ടം ഒന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ സീസണിൽ സാധാരണ ഉണ്ടാവണ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടെന്ന്. ആൾക്കാരൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും എടുത്തു കേട്ടാ. അങ്ങനെ മഴ കനക്കുമ്പോഴേക്കും തിരിച്ചു പോരാനായിട്ട് തുടങ്ങി. ഇവിടെയാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം മേളിയും താഴേക്ക് ചാടുന്നത് കാണാൻ പറ്റും. അപ്പൊ ദണ്ടടാ ഒരു അമ്മയും മോനും ഇരുന്നിട്ട് ഭയങ്കര കുശലം പറിച്ചില്. ഒന്നും കഴിക്കാൻ കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. അവന്റെ പരിഭവം കാലില് കടിച്ചു തീർക്കണ്ടായിരുന്നു. ആരോ മേടിച്ച ഐസ്ക്രീം സ്വയം മേടിച്ചതുപോലെ ഒന്ന് കഴിച്ച് സംതൃപ്തി അണയുന്ന ഒരുത്തനെയും കണ്ടു. എന്താ അവന്റെ ഒരു മിണുങ്ങല്, നീയെങ്കിലും കഴിക്കി. പുള്ളി ചാടി വന്നവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും തോളത്ത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഐസ്ക്രീം ചോദിച്ചപ്പോഴേക്കും പനിയാണ്, തണവല്ല, ഇണ്ടാണ്ട് വന്നു പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞു. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ ചാർപ്പ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നു. ഈ പാലത്തുമ്മ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടാ. ഇവിടെ അത്ര ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിക്ക് തൂവാലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൊത്തം നനഞ്ഞു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ വെള്ളച്ചാട്ടം നമുക്ക് ഈ പാലത്തിൻ്റെ സൈഡിൽ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് പോയി നിന്ന് കാണാൻ പറ്റും. വീഡിയോസ് അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല തണവും അതുപോലെ തന്നെ മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്നിട്ട് വെള്ളച്ചാട്ടം കണ്ട് നന്നായി ആസ്വദിച്ചു. ഇപ്രാവശ്യം ഫുഡ് വീട്ടിൽ നിന്ന് പാഴ്സൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പൊതിച്ചോറും ചിക്കനും ചപ്പാത്തിയും. വണ്ടിയിലിരുന്ന് കഴിച്ച തിരക്കിൽ അത് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ എവിടെ നോക്കിയാലും ഇതേപോലെ കുറെ കുരങ്ങന്മാരെ കാണാം കേട്ടോ. ഇങ്ങോരാണെങ്കിൽ ആരെയും അന്വേഷിക്കും. വെള്ളത്തിന്റെ ശക്തി ഒഴുക്കും കൂടുതലായതുകൊണ്ട് നമ്മുടെ താഴത്തേക്ക് വിട്ടില്ല. ഇവിടെ ദൂരത്തുനിന്ന് വെള്ളച്ചാട്ടത്തിന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളാണല്ലോ. തണ്ണിമത്തിന് ഉപ്പും മുളകട്ട മാങ്ങയും പൈനാപ്പിളും. ആ മാങ്ങ എടുത്ത് അറഞ്ച് മുറിഞ്ഞങ്ങോട്ട് കടിച്ചു കഴിക്കുമ്പോ എന്താ ടേസ്റ്റ്, ആഹാ. കുറെ സാധനങ്ങളും കച്ചവടക്കാരും നമുക്ക് കാണാം. അവിടെ നിന്ന് നേരെ തിരിച്ചു ചിമ്മിനിക്ക്. ഈ പോകുന്നത് ചിമ്മിനിയുടെ അമ്മയ്ക്കുള്ള വഴിയാണ് കേട്ടോ. 2 സൈഡിലും നിറച്ച് കാടും അതുപോലെ തന്നെ റബ്ബറും തോട്ടമൊക്കെയാണ്. ഇവിടെ സ്ഥിരം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പൊ പോണ വഴിക്ക് ചിലപ്പോൾ നമുക്ക് ആനേനെയൊക്കെ കാണാൻ പറ്റും. മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ആനക്കൂട്ടത്തിനെയൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റി. കണ്ടാണ് ഇവിടുത്തെ സ്ലൂയിസ് വാൽവ്. ഇത് ഫുള്ളായിട്ട് തുറന്നുണ്ടായിരുന്നു. നല്ല ഫോഴ്സിൽ നല്ല ശക്തിയായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇവിടെയും വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാരെ കണ്ടു. ഡാമിന്റെ മേളിലേക്ക് നമുക്ക് ഷട്ടറിന്റെ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ ഡാമിന്റെ ഷട്ടർ ഒന്നും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല, വാൽവ് മാത്രം മുഴുവനായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ട്രക്കിങ്ങും അതുപോലെ തന്നെ കൊട്ടവഞ്ചിയിൽ യാത്രയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അപ്പം ഇന്നത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലെങ്കിലും ഇന്നത്തെ ട്രിപ്പ് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. എല്ലാം കണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്.